ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളെങ്ങോട്ടാണെന്നല്ലേ, കുറച്ച് കപ്പത്തണ്ട് കിട്ടിയിട്ടുണ്ടേ പള്ളിയിൽ പോയപ്പം. അപ്പോൾ അത് ഒന്ന് നടാനായിട്ട് പോവുക. ഞാൻ എവിടെ പോയാലും ഈ പൂച്ച എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 5 കപ്പത്തണ്ട് കിട്ടിയിട്ടുണ്ട് പള്ളിയിൽ പോയപ്പോൾ യുവജനങ്ങൾ തന്നതാണ്. അപ്പോൾ അത് കൈയോടെ അങ്ങ് നട്ട് വെച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്ന്. ഇപ്പോൾ എവിടെ നടുവെന്ന് ഞാനിങ്ങനെ ആലോചിക്കുവാണ്. മണ്ണെല്ലാം നല്ല തറഞ്ഞ് കിടക്കുന്ന മണ്ണാണ് കേട്ടോ. അതൊരു കുത്തി നടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാ. ഏതായാലും വേണ്ടിയില്ല, കിട്ടിയ സ്ഥിതിക്ക് അത് നട്ടേ തീരും. അതും ഇവിടെ വലിയ കുഴപ്പമില്ലാതെ കളയ്ക്കാൻ പറ്റുന്നുണ്ട്. തൂമ്പ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു കൂടം കൂട്ടി നോക്കട്ടെ. 5 കൂടം കൂട്ടണ്ടേ. നല്ല വെയിലാണ്. മോളെ ഈ വീഡിയോ എടുക്കുന്ന അവൾ മടുത്തു ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂടം ഞാൻ കൂട്ടി ഏകദേശം. ഇനി അടുത്ത കൂടം കൂട്ടുവാണേ. അങ്ങനെ ഒരു 3 കൂടം കൂട്ടിയിട്ടുണ്ട് ഞാൻ. ഇനി ഒരെണ്ണം കൂടെ കൂട്ടണം. എന്നാൽ അതും കൂടെ അങ്ങോട്ട് കൂട്ടിയേക്കട്ടെ. കണ്ടത് പയർ നട്ട് കാരണം അതിൻ്റെ വള്ളിയും കുറേ വള്ളയൊക്കെ ഉണ്ട്. അത് ഉണങ്ങിപ്പോയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ് അത് അവസാനത്തെ കൂടെ വേണേ. ഇനി ഞാൻ കപ്പത്തണ്ട് മുഴുവനും അങ്ങ് നടട്ടെ. ഇങ്ങനെ തന്നെയാണ് നടുന്നതെന്ന് തോന്നും. എനിക്ക് നട്ട് വലിയ പരിചയമൊന്നുമില്ല, എന്നാലും വേണ്ടിയില്ല, കിട്ടിയ സ്ഥിതിക്ക് അങ്ങ് നട്ടേക്കാം. ഇനി ഇതിന് മുള വന്നു കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വളമൊക്കെ ഇടുന്നത്. അങ്ങനെ 5 കപ്പത്തണ്ടും നട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇതാ പാഷൻ ഫ്രൂട്ട് ഉണ്ടോയെന്ന് നോക്കുവാണെങ്കിൽ എൻ്റെ പാഷൻ ഫ്രൂട്ടിലെ തൈയാണ്. പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ കറി വെക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ 3-4 കോവയ്ക്കായും കിട്ടി, ഒരു വെണ്ടയ്ക്കായും കിട്ടി. ഇന്നത്തെ കറിക്കുള്ളതുമായി. ഫ്രൈ ചെയ്ത് തരണേ. ഓക്കെ. ഈ കൊന്നയിലും കോവൻ്റെ വള്ളി കയറി പടർന്നിട്ടുണ്ട്. എന്തോരം കോവയ്ക്ക ഉണ്ടായെന്നറിയാം ഇപ്രാവശ്യം. ഞാൻ നിങ്ങളെ കോവയ്ക്ക പറിക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ ഒക്കെ തീർന്നു. അങ്ങനെ നോക്കുമ്പം പച്ചമുളകുണ്ട്. എന്നാൽ അതും കൂടി അങ്ങ് പറിച്ചേക്കാമെന്ന് വിചാരിച്ച് എല്ലാം പറിച്ച് ഞങ്ങൾ പോവാണേ. ഓക്കേ.